ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് കുച്ചി ടണലിലേക്കാണ്. തലേ ദിവസം പകുതിയായ കുച്ചി ടണൽ യാത്ര ഇന്ന് പുനരാരംഭിക്കാമെന്ന് വെച്ചു. രാവിലെ തന്നെ വണ്ടി ബുക്ക് ചെയ്ത് ഞങ്ങൾ കുച്ചി ടണലിലേക്ക് പോകുന്നു. കുച്ചി ടണലിലേക്ക് ഏകദേശം ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്നും ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഈ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഇരിക്കാം. കാരണം ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഡ്രൈവറോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരുന്നു. ഡ്രൈവർക്കാണെങ്കിൽ ഇംഗ്ലീഷും വലിയ വശമില്ല. കാരണം ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് വിയറ്റ്നാമീസ് ആണല്ലോ. പിന്നെ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പോകുന്ന വഴികളിലൊക്കെ നിറയെ പൂക്കളും കൃഷികളുമൊക്കെയാണ്. റബ്ബർ, കവുങ്ങ്, അങ്ങനെ പലവിധം കൃഷികളും ഇവരൊക്കെ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. വഴിയോര കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ച് കാറിൽ അങ്ങനെ ഇരുന്നു. അതിനിടയിൽ കുറച്ച് ഉറങ്ങിയും പോയി. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ഇവരുടെ വിയറ്റ്നാം കൊടികൾ കുറേ അധികം കാണാം. റോഡിൻ്റെ ഇരുവശങ്ങളിലും പച്ചവിരിച്ച പുൽച്ചെടികളും അതിലൂടെ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കളും അതുകൂടാതെ വിയറ്റ്നാമിൻ്റെ ചുവന്ന കളറുള്ള പതാകകളും ഇങ്ങനെ കാണാൻ എന്തൊരു രസം. നമ്മളെ നാട്ടിലെ പോലെ തന്നെ വിയറ്റ്നാമിലും കുറേ തരം കൃഷികളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ചെറിയൊരു കൃഷിസ്ഥലമാണ്. കുച്ചി ടണലിലേക്കുള്ള യാത്ര ഒരു ഗ്രാമപ്രദേശത്ത് കൂടിയായതിനാൽ നമുക്ക് റബ്ബറുകളും കവുങ്ങുകളും വാഴകളും കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകുന്നതിനാൽ സമയം പോകുന്നത് അറിയുന്നേയില്ല. അങ്ങനെ വഴിയോര കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ കുച്ചി ടണലിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും മഴ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മെല്ലെ കുച്ചി ടണലിനകത്തേക്ക് പോയി. ഇവിടെ വിശാലമായൊരു എൻട്രൻസ് ഉണ്ട്. ഈ കുച്ചി ടണലിനകത്തേക്ക് കയറുന്നതിന് തൊട്ടടുത്ത് തന്നെ വലിയ പാർക്കിംഗ് സൗകര്യവും അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം, പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, അങ്ങനെ പലതുമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലായി വളരെയധികം പൂക്കളും കാര്യങ്ങളും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഗൈഡൊന്നും ഇല്ലാത്തതിനാൽ ഞങ്ങൾ രണ്ടാളും നേരെ കൗണ്ടറിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 1,25,000 VND ആണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കടന്നു. ഇവിടെ ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് ഇവരന്ന് ഉപയോഗിച്ചിരുന്ന ബോംബും തോക്കും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറേയധികം സുവനീറുകളും ബോട്ടിൽ ആർട്ട്, പിന്നെ ഡ്രസ്സുകൾ, വിയറ്റ്നാമിൻ്റെ കൊടീൻ്റെ ചിഹ്നമുള്ള ടീഷർട്ടുകൾ, തൊപ്പികൾ, പിന്നെ കീ ചെയിനുകൾ, അങ്ങനെ കുറേ മരത്തോണ്ടുണ്ടാക്കിയ കുറേ രൂപങ്ങൾ, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത് ഇവരുടെ വിയറ്റ്നാം ജനതയെ ഫ്രെയിമിലൊരു വരച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ചിത്രം. അതായത് അവരൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ആ ഒരു ടൈപ്പ് ചിത്രങ്ങൾ, അത് അരി കൊണ്ടുണ്ടാക്കിയിട്ട് പലതരം കളറുകൾ കൊടുത്തിട്ട് അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരിതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ മരത്തോണ്ടുണ്ടാക്കിയിട്ടുള്ള കുറച്ച് രൂപങ്ങൾ, അങ്ങനെ പലതും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പണം കൊടുത്ത് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ വിലയും അതിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. കുച്ചി ടണലിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടി വരുന്നതാണ് നല്ലത്. ഇവിടെ എഴുതിയിട്ടുള്ളതെല്ലാം വിയറ്റ്നാമീസ് ലാംഗ്വേജിലായതിനാൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്ക ഉപയോഗിച്ചിരുന്ന മിസൈലുകളും ഷെല്ലുകളും ഒക്കെ കണ്ടുകൊണ്ട് നടന്നു. വിയറ്റ്നാം യുദ്ധകാലത്ത് വിയറ്റ്നാമികളെ തുരത്താൻ വേണ്ടിയാണ് അമേരിക്ക ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 175 mm വ്യാസമുള്ള ഒരു ആർട്ടിലറി ഷെല്ലാണ്. ഇങ്ങനെയുള്ള ഷെല്ലുകൾ തന്നെയാണ് ഈയിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചത്. അങ്ങനെ പലതരത്തിലുള്ള തോക്കുകൾ നോക്കിക്കൊണ്ട് ഞങ്ങൾ നടന്നു. AK-47, മെഷീൻ ഗൺ, അങ്ങനെയുള്ള പല പല തോക്കുകളാണ് അമേരിക്ക വിയറ്റ്നാമീസിനെ തുരത്താനായി ഉപയോഗിച്ചത്. അതുകൂടാണ്ട് വിയറ്റ്നാമിലെ ജനങ്ങളുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് തോക്കുകൾ നമുക്ക് കാണാം.
അവ കുറച്ച് കനം കുറഞ്ഞ രീതിയിലുള്ള തോക്കുകളാണ്. ടണലിനകത്ത് ഈസിയായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കനം കുറഞ്ഞ തോക്കുകളാണ് വിയറ്റ്നാമീസിലെ ജനങ്ങൾ അമേരിക്കക്കെതിരായി യുദ്ധത്തിനു വേണ്ടി ഉണ്ടാക്കിയത്. അതുകൂടാതെ തോക്കിൻ്റെ സീരിയൽ നമ്പറും നമുക്കിവിടെ കാണാം. B40 ഇനത്തിൽപ്പെട്ട തോക്കുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഈ തോക്കുകളുടെ സാങ്കേതിക വിദ്യയും കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. 1955 കാലഘട്ടങ്ങളിലെ യുദ്ധകാലത്ത് ഇത്തരം സാങ്കേതിക വിദ്യകളുള്ള തോക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കുച്ചി ടണലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർക്ക് AK-47 പോലുള്ള തോക്കുകൾ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ യാത്രയുടെ മറ്റൊരു ഉദ്ദേശവും അതുതന്നെയാണ്. പറ്റുമെങ്കിൽ AK-47 ഒന്ന് ട്രൈ ചെയ്യണം. പറ്റുമോ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. നേരത്തെ കാണിച്ച പോലെ കുറേയേറെ സുവനീറുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. സുവനീറിൽ അധികവും ഉണ്ടാക്കിയിരിക്കുന്നത് കൈകൊണ്ടാണ്. കൈകൊണ്ടുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളാണ് സുവനീറുകളായി വിൽക്കപ്പെടുന്നത്. ഇതൊക്കെ നമുക്ക് നാട്ടിൽ കാണാവുന്ന രീതിയിലുള്ള വസ്തുക്കൾ തന്നെയാണ്. ആനയുടെ രൂപമായാലും കോഴിയുടെ രൂപമായാലും പന്നിയുടെ രൂപമായാലും അങ്ങനെയുള്ള രൂപങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൂടാണ്ട് മരത്തിൻ്റെ കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ പല രൂപങ്ങളും നമുക്കിവിടെ കാണാം. ഇതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് സമയം കൂടി ഇവിടെ ചെലവഴിച്ചു. അവസാനം കണ്ടതിൽ രസമായി തോന്നിയ സുവനീറാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇത് മൊത്തമായും അരിമണികൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതുണ്ടാക്കാനുള്ള പ്രയാസം. ഇത്ര ഭംഗിയുള്ള ചിത്രം അരിമണികൾ കൊണ്ടുണ്ടാക്കിയത് ആരായാലും അവർക്കൊരു സല്യൂട്ട്. അങ്ങനെ അവിടുത്തെ ഫ്രണ്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ കുച്ചി ടണലിനകത്തേക്ക് പോയി. ഇതാണ് ടണലിനകത്തേക്കുള്ള എൻട്രൻസ്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ചാളുകളൊക്കെ അവിടെ എല്ലാം കണ്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാണ് കുറേ ആളുകൾ തിരിച്ചു വരുന്നതാണ് കാണുന്നത്. ടണലിനകത്തെ കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.